ഹലോ. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ യാത്ര. ഈ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു ഇൻസിഡൻറ്റ് ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 1939 സെപ്റ്റംബർ 1-ാം തീയതി ഹിറ്റ്ലറുടെ ജർമ്മനിയുടെ നാസിക് പട പോളണ്ടിലെ ഗഡാൻസ്ക് എന്ന ഈ പട്ടണത്തിലെ ഒരു പോസ്റ്റ് ഓഫീസ് ആക്രമിച്ചുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭം. അതെ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യ ഗൺഷോട്ട് ശബ്ദം കേൾക്കുന്നത് ഈ ഗ്ഡാൻസ്കിലാണ്. ഗ്ഡാൻസ്കിൻ്റെ ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള വെസ്റ്റർപ്ലാറ്റ് എന്ന സൈനിക കേന്ദ്രം ആക്രമിച്ച് അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ആരംഭം. 1945 ആയപ്പോഴത്തേക്ക് ഈ ഗ്ഡാൻസ്ക് പട്ടണം ഏകദേശം മുഴുവനായും തകർന്നു തരിപ്പണമായി. അതിനുശേഷം ഈ പട്ടണത്തിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് ഇന്ന്. ഈ ഓൾഡ് ടൗണിലൂടെ നടക്കുമ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ പഴയ നൂറ്റാണ്ടുകളുടെ ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ ഇവയെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതേ കെട്ടിടങ്ങളെല്ലാം പഴയ രീതിയിൽ ഇവർ നിർമ്മിച്ചവയാണ്. ഗ്ഡാൻസ്കിലെ ഹൃദയഭാഗമായ ലോങ് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ആകർഷകമായ ഒരു ഫൗണ്ടെയിനാണ് നെപ്റ്റ്യൂൺ ഫൗണ്ടെയിൻ. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ ഫൗണ്ടെയിൻ സമുദ്രദേവനായ നെപ്റ്റ്യൂൻ്റെയാണ്. ഇത് വളരെ ഐക്കോണിക്കായിട്ടുള്ളൊരു ലാൻഡ്മാർക്കാണിത്. നെപ്റ്റ്യൂൺ ഫൗണ്ടെയിൻ ഒരു പ്രതിമ മാത്രമല്ല, ഗ്ഡാൻസ്കിൻ്റെ ആത്മാവും സമുദ്രവുമായി അതിൻ്റെ നൂറ്റാണ്ടുകളുമായുള്ള ബന്ധവും വിളിച്ചു പറയുന്ന ഒരു പ്രതീകമാണ്. ഈ ഗ്ഡാൻസ്ക് സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കിയ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു മ്യൂസിയം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്ഡാൻസ്കിൽ വന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മ്യൂസിയമാണിത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കഥയെ അതീവ യാഥാർത്ഥ്യത്തോടെ കാണിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഒരു വിസ്മയകരമായ മ്യൂസിയമാണിത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആധുനികമായ നിർമ്മാണം നമ്മളെ ആകർഷിക്കും. അകത്ത് കടന്നാൽ യുദ്ധത്തിനിടയിൽ സാധാരണ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് കണ്ണിന് മുന്നിൽ കാണുന്ന രീതിയിൽ പ്രദർശനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വേൾഡ് വാർ II മ്യൂസിയം ഒരു പ്രദർശനശാലയല്ല. മനുഷ്യരുടെ വേദന, പ്രതീക്ഷ, ജീവൻ പിടിച്ചു നിൽക്കാനുള്ള പോരാട്ടം എല്ലാം നമ്മെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്.